ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 542. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 70 71 ഇതിൽ ആഭിചാരത്തെ പറ്റിയെല്ലാമാണ് പറയുന്നത്. ആഭിചാരം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഒരാളെ അയാൾക്കെന്തെങ്കിലും ദോഷം ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്കാണ് ആഭിചാരം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയെല്ലാം ഒരു ശത്രുവിനെ സാധാരണ നമുക്കെതിരായിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ കായികമായിട്ട് ചിലപ്പോൾ നേരിടും. അതിനുള്ള ശക്തി ഉണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് ഏറ്റുമുട്ടും. അല്ലാതെ പ്രവൃത്തി ഉണ്ടല്ലോ, മറ്റുള്ള വളഞ്ഞ വഴിയിൽ കൂടിയുള്ള നമുക്ക് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു കഴിവൊന്നുമില്ല. നേരിട്ട് അയാളെ ഫേസ് ചെയ്യാൻ കഴിവില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന വളഞ്ഞ വഴികളിലൂടെയാണ്. അത് മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ടാകാം, അല്ലെങ്കിൽ നമ്മൾ അവരെ നല്ല സമീപനത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അവരെ സമീപിച്ചിട്ട് അതിലൂടെ ചില ദോഷങ്ങൾ ചെയ്യാം. ഇതെല്ലാം ഇന്നും ചെയ്യുന്നതാണ്, അന്നും ചെയ്യുന്നതാണ്. അതിനാണ് ആഭിചാരം എന്ന് പറയുന്നത്. അത് മന്ത്രം എന്ന് പറഞ്ഞാൽ വേദം, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശത്രുക്കൾക്ക് ദോഷം ചെയ്യും, അവരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യും നമ്മളെ ശത്രുവിന്. പക്ഷെ പ്രത്യക്ഷത്തിലല്ല ചെയ്യുക. ഇന്ന് ചെയ്യുന്ന എന്തെല്ലാമാണ്? നല്ലവണ്ണം കൂടിയിട്ട് അവർക്ക് ഭക്ഷണത്തിൽ ചില സിനിമയിലെല്ലാം കണ്ടിട്ടില്ല, ഐസ്ക്രീമെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് മയക്കുമരുന്നോ എന്തെങ്കിലും കൊടുത്തിട്ട് പീഡിപ്പിക്കുക, അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുക. ഇതിനാണ് കൈവിഷം എന്നെല്ലാം പറയുന്നത്. അതിന് വേദത്തിൽ കൈവിഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിഷം കൊടുക്കുക. അത് നല്ല നിലയെ സാധാരണ ഒരാളെ ശത്രുവിനെ പിടിച്ചുകൊണ്ടാന്നിട്ട് അവൻ്റെ വായിൽ വിഷം ഒഴിച്ചു കൊടുത്തിട്ട് കൊല്ലുകയാണെങ്കിൽ അതിന് ആഭിചാരം എന്ന് പറയില്ല. ആഭിചാരം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് അവൻ അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അതാണ് കൈവിഷം കൊടുക്കുക, ഭസ്മം കൊടുക്കുക, പാലിൽ കൊടുക്കുക എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള അത് ഇന്നും ചെയ്യുന്ന പരിപാടികളാണ്. ഇന്ന് ഐസ്ക്രീമിലാണ്. പണ്ട് പാലിലും എല്ലാമായിരുന്നുവെങ്കിൽ ഇന്ന് ഐസ്ക്രീമിലെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അന്നും ഇന്നും ഉണ്ട്. അതൊന്ന്. അല്ലെങ്കിലോ നമ്മൾ തല്ലിപ്പൊളി ആൾക്കാരെ പിടിച്ചുകൊണ്ട് ഗുണ്ടകളെയെല്ലാം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക. അല്ലെങ്കിൽ നമ്മളെ കീഴെ ജോലി ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് പാരവെക്കുക. അവരിലൂടെ ഏഷണി പറഞ്ഞോ എന്തെങ്കിലും കത്തിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അത് നീച ആഭിചാരം എന്ന് പറയും. എന്നാൽ ചിലത് മുകളിലെ പിടിച്ചിട്ട് ചെയ്യും. വല്ല മന്ത്രിസഭയിലെല്ലാം പിടിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിനെ അല്ലെങ്കിൽ മന്ത്രിമാരെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഉയർന്ന ഉദ്യോഗസ്ഥരെ, നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ തലവനെയെല്ലാം പിടിച്ചിട്ട് ചെയ്യുക. അതും പ്രശ്നം തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ ആഭിചാരങ്ങൾ. കാരണം അതിനെ മാറ്റാൻ കീഴെയുള്ള ആൾക്കാർ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളെ മുകളിലുള്ള അതും മോശം തന്നെയാണ്. ചിലപ്പോൾ അവരെ ഭക്ഷണത്തിലൂടെയെല്ലാം എന്തെങ്കിലും ചെയ്തെന്ന് വരും, അല്ലെ അങ്ങേരെ പിടിച്ചുകൊണ്ട്. ഇങ്ങനെയെല്ലാമാണ് ആഭിചാരം അന്നും ഇന്നും പ്രവർത്തിക്കുക. അതിനാണ് ആഭിചാരം എന്ന് പറയുന്നത്. ഇനി വെറുതെ വരട്ടുന്നത് ഒരു ആഭിചാരമാണ്. ഉദാഹരണമായിട്ട് ഒരു ആൾ വരുമ്പോൾ ഇന്ന് നിന്നെ വൈകുന്നേരത്തിലടക്കം ഞാൻ നിന്നെ ശരിയാക്കും, അതിനുള്ള ആളെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പേടിച്ചിട്ട് അന്ന് തന്നെ ചിലപ്പോൾ നാട് വിട്ടെന്ന് വരും. യഥാർത്ഥത്തിൽ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഇതെല്ലാം ആഭിചാരങ്ങളാണ്. അത് സയൻസിൻ്റെ സപ്പോർട്ടോടു കൂടി ആകുമ്പോഴാണ് ഈ മന്ത്രങ്ങൾ നല്ല ആഭിചാര മന്ത്രങ്ങൾ എന്നെല്ലാം പറയുന്നത്. അപ്പം അത്തരത്തിൽ അതിനെ കണ്ടാൽ മതി. അല്ലാതെ ഒരു മന്ത്രം ജീവിച്ചിട്ട് ഒരാളെ പട്ടിയാക്കാനോ പൂച്ചയാക്കാനോ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഇത് പണ്ടും ഇന്നും ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. വാക്കുകളെ കൊണ്ട് നമുക്ക് ചിലപ്പം
നമ്മൾ നമ്മളെ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളെന്താ എന്നാൽ പിന്നെ നീ നാളെ ഉറക്കം എണീക്കില്ല, നീ നാളത്തെ ഉദയം കാണില്ല എന്നൊന്ന് ഗൗരവത്തിൽ അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവൻ വരണ്ടു പോകും. പേടിത്തൊണ്ടനാണെങ്കിൽ അപ്പം തന്നെ സ്ഥലം വിട്ട് കളയും, നാട്ടിൽ നിന്ന് പോയി കളയും. അപ്പം അതെല്ലാം നമ്മൾ തന്ത്രങ്ങളാണ്, വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. അങ്ങനെയെല്ലാം തന്നെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ചില സമയങ്ങളിലെല്ലാം വെറുതെ വീരവാദം കൊടുക്കാം. നമ്മൾ പൂച്ചക്കുട്ടീനെ കണ്ടിട്ടില്ല. പൂച്ചക്കുട്ടി നമ്മളടുത്ത് പോകുമ്പോൾ അതിൻ്റെ രോമെല്ലാം ഇങ്ങനെ, വലിയ പൂച്ച അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു ഈ പൂച്ചക്കുട്ടി ഒരു രോമെല്ലാം പിടിച്ചെടുക്കുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോയി, ഇതെന്താ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്. അതെല്ലാം ഓരോ തന്ത്രങ്ങൾ, അത്തരത്തിലുള്ളതാണ് ആഭിചാരം. ഇത് നമ്മൾ അറിയാതെ ചെയ്യുന്ന പരിപാടികളാണ്. അപ്പം നമുക്ക് ആദ്യം 70 മന്ത്രത്തിൽ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 70. ഋഷി അഥർവൻ ദേവത മന്ത്രോക്താവ് ഛന്ദസ് തൃഷ്ടുപ്പ് ജഗതി അനുഷ്ടുപ്പ്. യത് കിം ചാസൗ മനസാ യച്ച വാചാ യജ്ഞൈ രജൂഹാദി ഹവിഷാ യജൂഷ തന്മൃത്യുന നിർദി സംവിധാന പുരാ സത്യാദാഹുതിം ഹന്ത്വസ്യ യാതുധാന നിർദിരാദു രക്ഷസ്തേ അസ്യ ഘ്നന്ധ്വനൃതേന സത്യം ഇന്ദ്രേഷിത ദേവ ആജ്യമസ്യ മധ്നന്തു ന തത് സമ്പാദി യത്സോ ജുഹോതി ആജിരാധിരാജൗ ശ്യേനൗ സപാദിനാവിവ ആജ്യം പൃതന്യുതോ ഹതാം യോ ന കശ്ചാഭ്യധായതി അപാശ്ചൗ യ ഉഭൗ ബാഹു അപി നഹ്യാമ്യാസം അഗ്നേർദേവസ്യ മന്യുന തേന ദേവധിഷം ഹവി അപി നഹ്യാമി തേ ബാഹു അപി നഹ്യാമ്യാസ്യം അഗ്നേർഘോരസ്യ മന്യുന തേന തേ അവധിഷം ഹവി. ഭാവാർത്ഥം: നമ്മെ ആഭിചാര മന്ത്രത്താല് വകവരുത്തുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ വാക്കുകൊണ്ടും ദേഹം കൊണ്ടും മെച്ചപ്പെടുത്തുന്ന കർമ്മങ്ങൾ പാപദേവതയായ നിർതി മൃത്യുവാൽ നശിക്കണേ. ഇന്ദ്രനും ആ കർമ്മത്തെ വിഫലമാക്കണേ. മൃത്യുദേവന്റെ ദൂതന്മാർ യുദ്ധം ആഗ്രഹിക്കുന്ന ആ ശത്രുവിൻ്റെ ഹോമം നശിപ്പിക്കുകയും കർമ്മങ്ങൾ വിഫലമാക്കുകയും ചെയ്യണേ. ആഭിചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ശത്രുവിൻ്റെ 2 കൈകളും പിന്നിൽ ബന്ധിച്ച് മന്ത്രം ഉരുവിടുന്ന മുഖത്തെ ബന്ധിക്കണേ. അതിനുശേഷം അവന്റെ കർമ്മത്തെ അഗ്നികുണ്ഡത്തിൽ ദഹിപ്പിക്കുക. നമ്മെ ആഭിചാര മന്ത്രത്താൽ വകവരുത്തുവാൻ ശ്രമിക്കുന്ന, ആഭിചാരമന്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ചിട്ട് നമ്മളെ വകവരുത്തുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശത്രുവിനെ വാക്കുകൊണ്ടും ദേഹം കൊണ്ടും ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ 2 തരത്തിൽ ചെയ്യാം. വാക്കുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന പരിപാടികൾ അങ്ങനെയാകാം. ദേഹം കൊണ്ട്, ശരീരം കൊണ്ട് എന്തെങ്കിലും എല്ലാം കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ, ഇപ്പം വിഷം കൊടുക്കുന്നതെല്ലാം വിളിച്ചിരുത്തി നല്ല കുടിയെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ദേഹം കൊണ്ടെല്ലാം ചെയ്യുന്നതാണ്. കർമ്മങ്ങൾ പാപദേവതയായ നിരതി മൃത്യുവിനാൽ നശിപ്പിക്കണേ, അവനെ നശിപ്പിക്കണേ എന്ന് പറയുകയാണ്. അത് നമ്മുടെ ഒരു താൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ചിലപ്പോഴെല്ലാം ഉണ്ടാവും. അതിനെ തടുക്കാനുള്ള കഴിവ് തന്നെയാണ്, ആ കാലം തന്നെയാണ് അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. കാരണം നമ്മൾ തന്നെയാണ് ബ്രഹ്മം. അപ്പം നമുക്ക് ഭാരവെക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് തന്നെയാണ് പ്രാരംഭം. അപ്പം നമ്മൾ രക്ഷപ്പെടേണ്ട ആളാണെങ്കിൽ നമ്മളതൊന്നും ഗവനിക്കില്ല. അപ്പം മൃത്യുവിനാൽ നശിപ്പിക്കണേ, അവരെ നശിപ്പിച്ച് കളയണേ. നമുക്ക് ആരാണ് ദോഷം ചെയ്യുന്നത് അവരെ കാലം തന്നെ ശക്തിവിശേഷം നശിപ്പിക്കണേ. ഇന്ദ്രനും ആ കർമ്മം വിഫലമാക്കണേ.
ഇന്ദ്രനാണല്ലോ ഏത് നല്ല കർമ്മം ചെയ്യാലും പാപം ചെയ്യാനാണെങ്കിലും ആഭിചാരം കർമ്മം ചെയ്ത് ദോഷം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം ആരാണ്? ഇന്ദ്രനാണ്. അത് പണ്ടേ നമ്മൾ ഇന്ദ്രനെ മനസ്സിലാക്കി. എന്ത് കർമ്മം ആയാലും നല്ലതായാലും മോശമായാലും അതിനെ ഫലത്തിലെത്തിക്കുന്ന ആ പ്രവൃത്തിയെ ഫലത്തിലേക്ക് എത്തിക്കുന്നത് ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രനോട് അപേക്ഷിക്കുകയാണ്, ഇന്ദ്ര നീ അറിഞ്ഞൊന്നും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ പ്രവർത്തനത്തിലൊന്നും കൂട്ടുനിൽക്കരുതേ. മൃത്യുദേവന്റെ ദൂതന്മാർ, അപ്പം മൃത്യു അല്ലെ അതിൻ്റെ ദേവന്മാർ യുദ്ധം ആഗ്രഹിക്കുന്ന ആ ശത്രുവിൻ്റെ ഹോമം നശിപ്പിക്കുകയും കർമ്മങ്ങൾ വിഫലമാക്കുകയും ചെയ്യണേ. അങ്ങനെ ആരെങ്കിലും നമുക്കെതിരായിട്ട് ശത്രുത പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കണേ എന്ന് മൃത്യുദേവനോട് പറയുകയാണ്. മൃത്യുദേവനെ വേണ്ടിക്ക് ശനിയായിട്ട് പറയാം. ശനിയെല്ലാണ്, ശനിഗ്രഹം കൊണ്ടാണ്. ശനി നമുക്ക് മോശമായി നിൽക്കുമ്പോഴാണ് ഇത്തരം ആഭിചാര കർമ്മങ്ങളെല്ലാം ശത്രുക്കളെല്ലാം നമ്മളെ പെരടിക്ക് വരുന്നത്. അധികവും ശനിയാണ് മൃത്യുദേവനെല്ലായിട്ട് ശനിനെ എടുക്കാം, ശനിഗ്രഹം കൊണ്ട് ചിന്തിക്കാം. ആ ശനി മോശമാകുമ്പോഴാണ് നമുക്ക് ഇത്തരം പാരവെപ്പുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് ശനിയോട് തന്നെ അപേക്ഷിക്കുകയാണ് നമ്മളിന്ന്, മൃത്യുദേവനോടുകൂടി തന്നെ അപേക്ഷിക്കുകയാണ് നമ്മളെ രക്ഷിക്കണേ. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള വഴി എന്തേ ഉള്ളൂ? ആ ശക്തി തന്നെ. നമുക്ക് രക്ഷപ്പെടാൻ യോഗം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, അല്ലാതെ ആർക്കൊന്നും നമ്മളെ ചെയ്യാൻ പറ്റില്ല. ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ശത്രുവിൻ്റെ 2 കൈകളും പിന്നിൽ ബന്ധിച്ച്, കൈകൾ പിന്നിൽ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അവനൊന്നും ചെയ്യാൻ പറ്റാതെ ആക്കുക. ഇവിടെ കയ്യിൽ പിന്നിൽ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോയിട്ട് പിടിച്ചിട്ട് കൈ പിന്നിൽ കിട്ടാൻ പോകുന്നുണ്ട്. ആ അർത്ഥത്തിലൊന്നും എടുത്തേക്കരുത്. അവന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകണേ. മന്ത്രം ഉരുടുന്ന മുഖത്തെ ബന്ധിക്കണേ, വായു മൂടി കെട്ടണേ. മന്ത്രം അതായത് ശാസ്ത്ര സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം എഫക്റ്റ് ആകുന്നത്. ഒരാൾക്ക് പാരവെക്കാൻ ശ്രമിക്കുമ്പോഴും അത് ഏത് തരത്തെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നല്ല ഭാഗത്തിൽ കൂടിച്ചേർന്നിട്ട് ദോഷം ചെയ്യുന്ന ഏതായാലും അതിൻ്റെ പിന്നിലും എന്തുണ്ട്? ഒരു ശാസ്ത്രീയ വശമുണ്ട്. ആ വശത്തിലൂടെ ചെയ്താലേ കാര്യം നടക്കുകയുള്ളൂ. നമ്മളിപ്പോൾ നിന്നെ വൈകുന്നേരം ശരിയായിക്കളാന്ന് പറയുമ്പോൾ അതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. നല്ല ഗൗരവത്തിൽ നിന്ന് പറയണം, നിന്നെ ഞാൻ വൈകുന്നേരം ശരിയായിക്കളയും കേട്ടോ എന്നെല്ലാം പറയുമ്പോൾ അത്രയും അതിനൊരു വിലയുള്ളൂ. പക്ഷേ ഗൗരവത്തിലെന്ന് പറഞ്ഞാൽ അവൻ പേടിക്കും. അപ്പോൾ എല്ലാത്തിനും എന്തുണ്ട്? അതിൻ്റേതായ ഒരു തന്ത്രങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് മന്ത്രം വീടുന്ന മന്ത്രം എന്നെല്ലാം പറയുന്നത്. എന്തിനും അതിൻ്റേതായ ചില തന്ത്രങ്ങൾ ഉണ്ട്. അതിനുശേഷം അവൻ്റെ കർമ്മത്തെ അഗ്നികുണ്ഡത്തിൽ ദയിപ്പിക്കണം. എന്നിട്ട് എന്ത് വേണം? അവനെന്തെങ്കിലും ചെയ്യാൻ എന്താണോ എങ്ങനെയാണോ നമുക്ക് ദോഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഇല്ലായ്മ ചെയ്യണേ എന്ന് പറയുകയാണ്. അതായത് കാലം തന്നെയാണ് അത്തരം ഘട്ടങ്ങളിൽ നമ്മളെ സഹായത്തിനെത്തുക. അല്ലാതെ നമ്മളെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുന്ന വ്യക്തിയാണെങ്കിൽ പേടിക്കും. നേരെ മറ്റേ നല്ല ധൈര്യമുള്ളവനാണ്. ഒരുത്തൻ പറയുകയാണ്, ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്ക് കിടക്കാം, നാളെ നീ സൂര്യോദയം കാണില്ല എന്ന് പറയുമ്പോൾ അവനെന്ത് പറയുന്നത്? നീ പോയിട്ട് ഇങ്ങ് പോവാ, നീ നാളെ കാണാൻ പോകുന്നില്ല സൂര്യോദയം, അതിന് മുമ്പ് നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ അതിനെ നേരിടാനുള്ള കഴിവ് കിടക്കുന്നത്. പക്ഷേ പലവർക്കും അത് കിട്ടില്ല. അതിനെ പിന്നെ കാലം തന്നെയാണ്, കാലമാകുന്ന ശക്തിയാണ് അവനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ആര് ഭീഷണിപ്പെടുത്തിയാൽ അവനതിനെല്ലാം ഓവർകം ചെയ്യും. ഇപ്പം വിഷം തന്നെ കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ആശുപത്രിയിലെത്തിയിട്ട് അവർ രക്ഷപ്പെട്ടെന്ന് വരും. അതുകൊണ്ട് നമുക്കെന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി വിശേഷം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ശക്തി ഉള്ളത്, പരമാത്മാവ്. അത് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ഒന്നും നമ്മളങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളെ സമയം തീർന്നതെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുക, അതിൻ്റെ പേരിൽ നമ്മളങ്ങ് ഇല്ലാതെയാവും. എന്തുകൊണ്ടാണ് അത് ഇല്ലാതെയാവുന്നത്? നമ്മളെ സമയം കഴിഞ്ഞ്, അത് ആ ശക്തി തീരുമാനിച്ചതാണ്. നീ എൻ്റെ സമയം കഴിഞ്ഞ് ഈ തരത്തിൽ നീ നശിക്കട്ടെ. അത് തീരുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്. അല്ലാതെ ആർക്കും ഒന്നും നമ്മളെ ചെയ്യാൻ പറ്റില്ല. എല്ലാം ആ ഉള്ളിലുള്ള ശക്തി തന്നെയാണ് ചെയ്യുന്നവൻ്റെ ഉള്ളിലുള്ളതും ആ ശക്തിയാണ്, നമ്മിലുള്ളതും ആ ശക്തി തന്നെയാണ്. അതുകൊണ്ട് പക്ഷേ ഇതിനെല്ലാം കുറച്ച് മാനസിക ടെൻഷനുകളെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ കുറേ ഭീഷണിയെല്ലാം പഠിക്കുമ്പോൾ കുറച്ച് ദിവസം ഉറക്കൊന്നും കിട്ടൂല. ഇതെല്ലാം ആഭിചാരത്തിൻ്റെ കുഴപ്പങ്ങൾ തന്നെയാണ്. അതല്ല ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ശനിഗ്രഹം പോലെയുള്ള ചില ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുമ്പോഴാണ്
ഈ ദോഷങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ ആരോഗ്യ മാനസിക പ്രയാസങ്ങൾക്കെല്ലാം ഇടയാക്കും. അതുകൊണ്ടാണ് ആയുർവേദ ചികിത്സയിലാണ് ആഭിചാരത്തെ പറ്റിയെല്ലാം പറഞ്ഞിരിക്കുന്നത്. ആയുർവേദം ചികിത്സാ ഭാഗത്തിലാണ് ഇതെല്ലാം ഒരു മാനസിക പ്രശ്നമായിട്ടും എല്ലാമാണ് കാണുന്നത്. ഇനി നമുക്ക് 71 പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അഗ്നിയെ പറ്റിയെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയൊരു മന്ത്രമാണ്. നമുക്കതെന്താണ് പറയുന്നതെന്ന് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 71. ഋഷി അഥർവൻ, ദേവത അഗ്നി, ഛന്ദസ് അനുഷ്ടുപ്പ്. പരിത്വാഗ്നേ പുരം വയം വിപ്രം സഹസ്യ ധീമഹി ധൃഷദ്വർണം ദിവേ ദിവേ ഹന്താരം ഭംഗ രാവത. ഭാവാർത്ഥം: മഥനത്താല് ജനിക്കുന്ന അഗ്നി യജ്ഞത്തെ തടസ്സപ്പെടുത്തുന്ന രാക്ഷസന്മാരെ ദിവസം തോറും നശിപ്പിക്കുന്നു. അതിനായിട്ട് നമ്മൾ ദിവസവും നിന്നെ ആഹ്വാനം ചെയ്യുന്നു. മഥനത്താൽ ജനിക്കുന്ന അഗ്നി യജ്ഞത്തെ തടസ്സപ്പെടുത്തുന്ന രാക്ഷസന്മാരെ ദിവസം തോറും നശിപ്പിക്കുന്നു. നമുക്കെതിരായിട്ട് വരുന്ന തടസ്സങ്ങളെയെല്ലാം നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് നേരിടുന്നത്? അഗ്നി ഉപയോഗിച്ച്, ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരാൾ നമ്മൾ അടിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ കൈയോട് തടുക്കും, വലിയ ഒന്ന് അങ്ങോട്ടടിക്കും, അതിനെക്കാട്ടി മുമ്പിൽ ഒന്ന് അങ്ങോട്ട് കൊടുക്കും. ഇതെല്ലാം കൊടുക്കുന്നത് എന്താണ്? ശക്തി ഉപയോഗിച്ചിട്ടാണ്, ഊർജം ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഈ കൈക്ക് ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഊർജം തന്നെയാണ് ഇവിടെ അഗ്നി. അപ്പം രാക്ഷസരെ, നമ്മളെ കർമ്മങ്ങളെ തടസ്സപ്പെടുത്തുന്ന രാക്ഷസന്മാരെയെല്ലാം നമ്മൾ ദിവസം തോറും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ എന്തെല്ലോ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെല്ലാം നീക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? ഊർജം തന്നെയാണ്, അഗ്നിയെയാണ്. ഉദാഹരണം, രാവിലെ ഒരു സാധനം ഇങ്ങനെ എടുക്കണമെന്ന് വെച്ചോ, എടുക്കണ്ടിക്ക് തന്നെ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ശക്തി അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് എടുക്കണം. ഈ ബലം കാരണം ഒരു കല്ലാണ്, കല്ല് എതിർക്കും, അങ്ങനെയൊന്നും നമുക്ക് ഉയർത്താൻ പറ്റില്ല. കല്ല് എതിർക്കുന്നുണ്ട്, അതിനാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ കല്ലെടുക്കാൻ പോകുമ്പോൾ കല്ല് അതിനെതിരായിട്ട് ഒരു ശക്തി പ്രയോഗിക്കും. അതിനെതിരായിട്ട് നമ്മൾ ബലം പ്രയോഗിച്ചാലേ കല്ലിന് ഉയർത്താൻ പറ്റും. ഇപ്പം എതിർക്കുന്ന ശക്തിക്കാണ് ഇവിടെ എന്ന് പറയുന്നത് രാക്ഷസര്, അസുരര് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് കർമ്മം രാവിലെ എണീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ശക്തി ഉപയോഗിക്കണം, എങ്കിലേ ആ തടസ്സത്തെ വരും. നമ്മളെ പല്ല് തേക്കുമ്പോൾ തന്നെ പല്ലുമ്മേൽ അഴുക്കുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് ശക്തിയിൽ ഇറക്കുന്നത്. അപ്പോൾ അവിടെ അഗ്നി, ഊർജം ആണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം തടസ്സങ്ങളെ, റിയാക്ഷനെ മറികടന്നുകൊണ്ടാണ്, ആ രാക്ഷസരെ നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അതിനായി ഞങ്ങൾ ദിവസവും നിന്നെ ആഹ്വാനം ചെയ്യുന്നു. അതിനായി ഞങ്ങൾ നിന്നെ ദിവസവും ആഹ്വാനം ചെയ്യുന്നു. ആരോട്? അഗ്നിയോട്. അഗ്നിയോട് നമ്മൾ ആഹ്വാനം ചെയ്യുക എന്നാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പല്ല് തേക്കുന്നതിൻ്റെ അർത്ഥത്തിലും പല്ല് തേക്കുമ്പോൾ അവിടെ ഒരു സയൻസ് ഉണ്ട്. ഇതിൻ്റെ ഇടക്കുള്ളത് പോണ്ടിക്ക് ഇങ്ങനെ വരക്കണം, വേണ്ടേ? പല്ലിന്ന് ഇടക്ക് പോണ്ടി ഇങ്ങനെ വരക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ വരക്കാൻ പറയും. അത് സയൻസാണ്. അതാണ് ആഹ്വാനം ചെയ്യുക. സയൻസിലൂടെ ബ്രഷോട് ശക്തി പ്രയോഗിക്കുമ്പോൾ നമ്മൾ പറയാണ് ഇങ്ങനെ വരച്ചാൽ പല്ല് എളുപ്പത്തിൽ ക്ലീനാവും. അതിന് ഇന്ന രാസവസ്തു ഉപയോഗിക്കണം, അതാണ് പേസ്റ്റ്. അവിടെയും സയൻസുണ്ട്. അപ്പം അഗ്നിയെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് ആഹ്വാനം ചെയ്യുക എന്നത്. ഇന്ന തത്വപ്രകാരം, ഇന്ന ശാസ്ത്ര തത്വപ്രകാരം ഊർജത്തോട് പറയുകയാണ് നമ്മൾ ഈ യജ്ഞങ്ങളെ പൂർത്തീകരിക്കുക.